നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പിണറായി വിജയന് ഭരണം നഷ്ടപ്പെടാനുള്ള മുഖ്യ കാരണം അദ്ദേഹത്തിൻ്റെ അധികാരാർത്ഥി തന്നെയായിരുന്നു. ഭരണത്തിൽ അദ്ദേഹം പുലർത്തിയ അഹങ്കാരം, ധാർഷ്ട്യം. സതീശനിപ്പോൾ പണി എളുപ്പമാണ്. പിണറായി എന്തു ചെയ്തോ അതിൻ്റെ നേരെ വിപരീതം ചെയ്താൽ മതി. 40 അകമ്പടി വാഹനങ്ങളോടെ പിണറായി വിജയൻ ചീറിപ്പാറ്റ കാലം. അതിൽ നിന്ന് വേറിട്ട ശൈലിയാണ് ഇപ്പോൾ സതീശൻ പുലർത്തുന്നത്. തനിക്കൊരു എസ്കോർട്ടും പൈലറ്റും മാത്രം മതി, അതും പോലീസ് സുരക്ഷയുടെ പേരിൽ അത്യാവശ്യമെന്ന് പറഞ്ഞപ്പോൾ ജനങ്ങളെ തടഞ്ഞു നിർത്തി തനിക്ക് ചീറിപ്പായണ്ട എന്നും സതീശൻ പറയുന്നു. ഇന്ന് സതീശൻ്റേതായി പുറത്തു വന്ന ചില വീഡിയോകളുണ്ട്. രമേശ് ചെന്നിത്തലയെ കാണാൻ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് പോകുമ്പോൾ വഴിയിൽ നിന്ന് കൈവീശി ചിരിച്ച ആളുകളെ വാഹനം നിർത്തി അഭിവാദ്യം ചെയ്യുന്ന കാഴ്ച. അവരെയൊക്കെ കൈപിടിച്ച് കുലുക്കുന്നു, സന്തോഷം പങ്കിടുന്നു. ജനകീയനായ ഒരു മുഖ്യമന്ത്രി കിട്ടിയ സന്തോഷത്തിലാണ് കേരളം. മറുവശത്താവട്ടെ പഴയ ജനകീയ വിരുദ്ധ ഇമേജുള്ള പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കി തെരഞ്ഞെടുത്തിരിക്കുന്നു CPM. ഇപ്പോൾ വീണ്ടും CPM പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറികൾ. കേരളത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിൽ 10 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ UDF അധികാരത്തിലെത്തിയിരിക്കുന്നത്. VD സതീശൻ്റെ ജനകീയ മുഖമാണ് ഇപ്പോൾ ആളുകളിൽ നിന്നും വലിയ കയ്യടി നേടുന്നത്. സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ടുള്ള സതീശൻ്റെ കുതിപ്പ്. ഭരണാധികാരി പോകുമ്പോൾ ഡംബ് കാട്ടാൻ ജനങ്ങളെ വഴിയിൽ തടഞ്ഞ് ചീറിപ്പായുന്ന വലിയ അകമ്പടി വാഹനക്കൂട്ടം ഇനിയില്ല. ട്രാഫിക് ലൈറ്റുകളൊക്കെ ഓഫാക്കി ആളുകളെ ട്രാഫിക് പോയിന്റിലിട്ട് പീഡിപ്പിക്കുന്ന ശൈലിയും ഇനിയില്ല. ഭരണത്തിൻ്റെ തുടക്കത്തിൽ സാധാരണ ക്ലിപ്പ് ഹൗസും മന്ത്രിമാരുടെ വസതികളുമൊക്കെ കോടികൾ മുടക്കി ബോഡി പിടിപ്പിക്കുന്ന ഒരു പതിവുണ്ട്. അതിനും വിലങ്ങിട്ടിരിക്കുകയാണ് സതീശൻ. ക്ലിപ്പ് ഹൗസ് ഒരു തരത്തിലും മോടി പിടിപ്പിക്കേണ്ടതില്ല, പകരം ചില്ലറ അറ്റകുറ്റപ്പണികൾ മാത്രം നടത്തി താമസയോഗ്യമാക്കുക, അത്രമാത്രം. താൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്കൊക്കെ മുൻ സർക്കാരിൻ്റെ കാലത്തെ പഴയ കാറുകൾ മതി. കോടിക്കണക്കിന് രൂപ പുത്തൻ കാറുകൾ വാങ്ങിക്കൂട്ടാൻ നശിപ്പിക്കേണ്ടതില്ല എന്നതാണ് സതീശൻ്റെ നിലപാട്. ഒരു വശത്ത് സ്വന്തം നിലപാടുകൾ, കഠിനാധ്വാനത്തിലൂടെ രാഷ്ട്രീയത്തിൽ വളർന്ന മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് VD സതീശൻ. മറുവശത്ത് ഭരണം നഷ്ടപ്പെടുത്തിയ പിണറായി വിജയനെ തന്നെ പ്രതിപക്ഷ നേതാവാക്കിയ CPMൻ്റെ നീക്കങ്ങളാണ് കൗതുകമുണർത്തുന്നത്. ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പിണറായി വിജയൻ തുടരുകയും മുഖ്യമന്ത്രിയായി സതീശൻ വിലസുകയും ചെയ്താൽ LDF കേരളത്തിൽ തന്നെ അപ്രത്യക്ഷമായി പോകും. സതീശനും രമേശും ചേർന്നുള്ള ഒരു കോംബോ കേരളത്തിൽ വർക്കൗട്ടാകും എന്ന പ്രതീക്ഷയിലാണിപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയതിനെതിരെ ഇപ്പോൾ CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ശക്തമായ വിമർശനം. തീരുമാനം റദ്ദാക്കണമെന്നാണ് നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിണറായിക്ക് പാർട്ടി പ്രായപരിധിയിൽ ഇളവ് നൽകിയത് മുഖ്യമന്ത്രിയാകാനാണെന്നും പ്രതിപക്ഷ നേതാവാകാനല്ല എന്നും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ശക്തമായി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ശൈലിയും പെരുമാറ്റവുമൊന്നും ശരിയല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പാർട്ടിക്ക് അന്യമായി. തോൽവിയിൽ മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്. ഭരണം പോയിട്ടും വീണ്ടും നേതാവാകുന്നത് ഒട്ടും ശരിയല്ല. ഇനിയെങ്കിലും തിരുത്താൻ തയ്യാറാകണം. മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളും ഒട്ടും ശരിയായിരുന്നില്ല. മുൻപ് മന്ത്രിയായിരുന്ന വീണ ജോർജിനെ നിർത്തിപ്പൊരിക്കുകയായിരുന്നു പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി. യോഗത്തിലെത്തിയ മന്ത്രി വീണ ജോർജ് ഈ വിമർശനങ്ങൾ കേട്ട് തല കുമ്പിട്ടിരുന്നു. യോഗത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും നിശ്ചിത വിമർശനങ്ങൾ. സെക്രട്ടറി പാർട്ടിക്കല്ല കുടുംബത്തിനാണ് സംരക്ഷണം ഒരുക്കിയത് എന്ന് പാർട്ടി നേതാക്കൾ പച്ചയ്ക്ക് തുറന്നടിച്ചു. തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ഡോക്ടർ തോമസ് ഐസക്, CS സുജാത എന്നിവരൊക്കെ പങ്കെടുത്തിരുന്നു. സെക്രട്ടേറിയറ്റിൻ്റെ തുടർച്ചയായി ശനിയാഴ്ച ജില്ലാ കമ്മിറ്റി യോഗം ചേരും. നേരത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പിണറായി വിജയനെയും MV ഗോവിന്ദനെയും എടുത്തു പൊരിച്ചിരുന്നു. അതിനുശേഷം ഡൽഹിയിൽ വെച്ച് നടന്ന PB യോഗത്തിലും ഇരുവർക്കും കുതിര കിട്ടി. എന്നിട്ടും പ്രതിപക്ഷ നേതാവാകാനുള്ള പിണറായി വിജയൻ്റെ പൂതി, അതാണ് പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ എടുത്തുടുക്കുന്നത്. പാർട്ടിക്കുള്ളിൽ ഉയർന്ന ശക്തമായ എതിർവികാരം തിരിച്ചറിയാൻ കഴിയാതെ പോയതാണ് MV ഗോവിന്ദൻ്റെ പരാജയമെന്ന് നേതാക്കൾ തുറന്നടിച്ചു. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പിണറായി വിജയനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയരുന്നു. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനെ എടുത്തുടുത്തു. മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ശൈലി ജനങ്ങൾക്ക് ദഹിച്ചില്ല എന്നാണ് കണ്ണൂർ കോട്ടയിൽ നിന്നുള്ള വിമർശനം. പാർട്ടി നേതൃത്വം തിരുത്തിയില്ലെങ്കിൽ അണികൾ തിരുത്തിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. പയ്യന്നൂരിലും തളിപ്പറമ്പിലുമുണ്ടായ ദുരനുഭവങ്ങൾ അതിനുദാഹരണങ്ങളാണ്. സെക്രട്ടേറിയറ്റിലെ വിമർശനങ്ങൾ അതിരൂക്ഷമായിരുന്നു. മുഖ്യമന്ത്രിയുടെ പല വാക്കുകളും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി.
കണ്ണൂരിലെ ജില്ലാ നേതൃത്വത്തിനെതിരെ അതിശക്തമായ വിമർശനമാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നത്. പയ്യന്നൂർ സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണനെ പാർട്ടി ചെറുതായി കണ്ടു. അടിയൊഴുക്കുകളൊന്നും കണ്ടെത്താൻ ജില്ലാ നേതൃത്വത്തിന് കഴിഞ്ഞില്ല. PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെയും രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നു. പാർട്ടി അണികളുടെ വികാരം ഒരു തരത്തിലും നേതൃത്വം മനസ്സിലാക്കിയില്ല. ഭരണവിരുദ്ധ വികാരമല്ല, ശൈലിയാണ് തിരിച്ചടിയായത്. ഒരു വശത്ത് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇനി പിണറായി വിജയൻ വേണ്ട എന്ന് പാർട്ടി നേതാക്കൾ തന്നെ ആവശ്യപ്പെടുന്ന കാഴ്ച. എന്നിട്ടും ആ സ്ഥാനത്ത് കയറി ചുരുണ്ടിരിക്കാനുള്ള ഭൂതി, അതിനെയാണ് സമ്മതിക്കേണ്ടത്. സംസ്ഥാന കമ്മിറ്റിയാണ് കഴിഞ്ഞ ദിവസം പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തത്. മറ്റാരുണ്ട് എന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ പരിഹാസമായി ഉയരുന്നു. ബംഗാളിന് സമാനമാക്കേണ്ട കേരളത്തെ, അതിന് മറ്റാരുണ്ട്? കേരളത്തിൻ്റെ സംസ്ഥാന സമിതി എടുക്കുന്ന ഒരു തീരുമാനം തിരുത്താനുള്ള ആർജവമില്ല PBക്ക് പോലും. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ തന്നെ ഇവിടെ നേതാവായി തുടരുന്നു. പാർട്ടിയിലും ഭരണത്തിലുമൊക്കെ സൗകര്യങ്ങളും പദവികളും ലഭിച്ചവർ അതിൽ ആനന്ദിച്ചെന്നും മുഴുവൻ സമയവും പ്രസ്ഥാനത്തിനായി പ്രവർത്തിച്ചവർക്ക് ഒന്നും കിട്ടിയില്ലെന്നും കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ്. സാധാരണ പ്രവർത്തകർ പാർട്ടിയിൽ നിന്നകന്നു. ഇതിലുള്ള പ്രതിഷേധം അവർ വോട്ടിങ്ങിലൂടെ പ്രതിഫലിപ്പിച്ചു. എല്ലാ ആനുകൂല്യങ്ങളും കിട്ടിയവർക്ക് കൂടുതൽ വേണമെന്ന ചിന്ത. ക്ഷേമ പെൻഷൻ പലർക്കും ലഭിച്ചു. എന്നാൽ തൊട്ടടുത്ത വീട്ടിൽ പെൻഷൻ ലഭിക്കാത്തവർ എന്തിന് വോട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. നേടിയെടുത്ത അവകാശങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് കൂടി നേടിക്കൊടുക്കാനായില്ല എന്നാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്ന ഏറ്റവും ശക്തമായ വിമർശനം. പാർട്ടി അണികൾക്ക് എന്തു സംഭവിച്ചു എന്ന അമ്പരപ്പ് ഇപ്പോൾ സംസ്ഥാന നേതാക്കൾക്ക്. പാർട്ടി അണികൾ കൂട്ടത്തോടെ CPMൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നു എന്ന ഭീതി അവരെ വല്ലാതെ വേട്ടയാടുന്നു. CPMൻ്റെ നെടുംതൂണുകളെല്ലാം പിളർന്ന തെരഞ്ഞെടുപ്പ് ഫലം അതിനുശേഷം പാർട്ടി അണികൾ കുത്തിപ്പറിക്കുകയാണ് നേതൃത്വത്തെ. കണ്ണൂർ ജില്ലയിൽ ഇത്ര വലിയ തോൽവി എങ്ങനെ സംഭവിച്ചു? ഇപ്പോൾ കാരണങ്ങൾ തലനാരിഴ കീറി പരിശോധിക്കണമെന്നാണ് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞത്. ഏരിയ ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റി വരെ തെരഞ്ഞെടുപ്പ് വിശകലന യോഗത്തിൽ അണികളുടെയും പ്രവർത്തകരുടെയും അഭിപ്രായം കേൾക്കും. മേൽക്കമ്മിറ്റി തീരുമാനങ്ങൾ വിശദീകരിച്ച് 2-3 അംഗങ്ങളുടെ അഭിപ്രായം ഉൾക്കൊള്ളിച്ച് ചർച്ച പൂർത്തിയാക്കുന്ന മുൻകാല നടപടിക്രമങ്ങൾ ഇനി ഉണ്ടാകില്ല. ഏറ്റവും അധികം വിമർശനങ്ങൾ ഏൽക്കുന്നത് പിണറായി വിജയനും MV ഗോവിന്ദനും. എന്നിട്ടും പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന പിണറായി വിജയൻ്റെ ആ തൊലിക്കട്ടി, അതാണ് പാർട്ടി അണികൾ ചോദ്യം ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.